ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അതിൽ ആനുവൽ ഇവാലുവേഷൻ ആണ് 2025-26 കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Question 1 has two parts, 1A and 1B. Answer any one. ഒന്ന് എ ഒന്ന് ബി ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് എയിൽ എന്താ പറയുന്നത് നോക്കി, ചിത്രം കണ്ടല്ലോ. അപ്പോൾ ഇതെന്താ പാരലോഗ്രാം ആണ് അല്ലേ. അതിലെന്താണ് ദ ഫിഗർ എ ബി സി ഡി ഇസ് എ പാരലോഗ്രാം, ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾസ് എക്സ് വൈ സെഡ്. എന്താ അവിടെ പറയുന്നത്? ചിത്രത്തിൽ എ ബി സി ഡി ഒരു സാമാന്ത്രികമാണ്, എക്സ് വൈ സെഡ് എന്നീ കോണുകളുടെ അളവുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആംഗിൾ എക്സ് വൈ സെഡ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 120 ആണല്ലോ. അപ്പോൾ നമ്മൾ പാരലോഗ്രാം ആണെങ്കിൽ സാമാന്ത്രികമാണെങ്കിൽ നമുക്കറിയാം എന്താ എതിർവശമുള്ള കോണുകൾ തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇത് 120 ആണെങ്കിൽ ഇതും എന്തായിരിക്കും, ഇതും 120 ആയിരിക്കും അല്ലേ. അപ്പോൾ സെഡ് എന്താണ് 120 ഡിഗ്രി ആയിരിക്കും അല്ലേ. പിന്നെ നമുക്ക് എന്താ അറിയാം, ഈ 4 ആംഗിളും കൂടി കൂട്ടിയാൽ ഈ 4 കോണുകളും കൂടി കൂട്ടിയാൽ എന്താണ് 360 നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്താണ് എതിർകോണുകൾ തുല്യം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത് ഈക്വൽ ആണ്, അതുപോലെ ഇതും ഈക്വൽ ആണ് അല്ലേ. അപ്പം ഇനി എക്സും വൈയും കിട്ടണേ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ 120 കൂട്ടുക അല്ലേ. എന്നിട്ട് എന്താക്കുക, 360 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 120 കൂട്ടിയ എത്രയാണ് 240 അല്ലേ. അത് 360 കുറയ്ക്കുക. അപ്പോൾ 360 മൈനസ് 240 എത്രയാണ് 120 അല്ലേ. അപ്പോൾ എന്നിട്ട് എന്താക്കുക, അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് ഇത് 120 കിട്ടുക അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് പകുതിയാക്കുക. അപ്പോൾ എത്ര 120ൻ്റെ പകുതി 60 ആണ് അല്ലേ. അപ്പോൾ ഇത് 60 ആണ്. അപ്പോൾ എക്സ് 60 ഡിഗ്രി, അതുപോലെ വൈ എന്താണ് 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി കൂട്ടിയത് 360 കിട്ടിയില്ലേ. ഓക്കെ, then next question എന്താ നോക്കിയേ. Some statements are given below related to the angles formed when two parallel lines are cut by a slanted lines. എന്താണ് സാമാന്യ പാരലൽ ആയിട്ടുള്ള 2 വരകളെ ഒരു ചരിഞ്ഞ വര എന്താണ് മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പാരലൽ ആയിട്ടുള്ള 2 വരകൾ ഒരു ചരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് ഇത് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താക്കിയാൽ നോക്കുക. സം ഓഫ് സ്മോൾ ആംഗിൾ ആൻഡ് ലാർജ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. All large angles are of the same measure. The sum of a large angle and a small angle will be 180 degree. All small angles are 90 degree each. എന്താണ് ഒരു ചെറിയ കോണും വലിയ കോണും കൂട്ടിയാലും 90 ഡിഗ്രി ആകും. വലിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. ഒരു വലിയ കോണും ചെറിയ കോണും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ചെറിയ കോണുകളെല്ലാം 90 ഡിഗ്രി വീതമാണ്. അപ്പോൾ ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which of the following is correct regarding the statements given above? അപ്പോൾ ഇത് തന്നിരിക്കുന്ന മുകളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് ശരിയെന്ന്. 1 and 2 ആർ കറക്റ്റ് ആണോ, ബി 2ഉം 3ഉം കറക്റ്റ് ആണോ, അതുപോലെ 3ഉം 4ഉം ആണ് കറക്റ്റ്, 1ഉം 4ഉം ആണ് കറക്റ്റ് എന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നോക്കുക അല്ലേ. സം ഓഫ് സ്മോൾ ആംഗിൾസ് ആൻഡ് എ ലാർജ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. ഇത് ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ. അപ്പോൾ എന്താണ് പിന്നെ ഓൾ ലാർജ് ആംഗിൾസ് ആർ ഓഫ് ദ സെയിം മെഷർ. ഇത് ശരിയാണ് അല്ലേ. പിന്നെ അടുത്ത് നോക്കുക. ദ സം ഓഫ് എ ലാർജ് ആംഗിൾ ആൻഡ് എ സ്മോൾ ആംഗിൾ വിൽ ബി 180 ഡിഗ്രി. ഇതും ശരിയാണ് അല്ലേ. പിന്നെ ഓൾ സ്മോൾ ആംഗിൾസ് ആർ 90 ഡിഗ്രീസ്. ഇത് തെറ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 2, 3 ശരി അല്ലേ. അപ്പോൾ 2, 3 ഏതാ ശരി? ബി ആണ് കേട്ടോ. അപ്പോൾ ബി ആണ് ശരി. ഓക്കെ ഓക്കെ, ഇവിടെ എന്താണ് 2, 3ഉം ശരി അല്ലേ. ബി ആണ് ശരി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. സി ആണ് കേട്ടോ. നെക്സ്റ്റ് സി ആണ് കേട്ടോ. നോക്കൂ, ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നുണ്ട് അല്ലേ, പി ക്യു ആർ അല്ലേ. ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ആർ പി ക്യു ആർ. ദ സം ഓഫ് മെഷേഴ്സ് ഓഫ് ആംഗിൾ പി ആൻഡ് ആംഗിൾ ക്യു ഈസ് 130 ഡിഗ്രി. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ആർ. എന്താണ് ചോദ്യം? ഇവിടെ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ചിത്രത്തിലെ ത്രികോണത്തിലെ കോണുകളാണെന്ത് പി ക്യു ആർ എന്നിവ. കോൺ പിയുടെയും കോൺ ക്യൂവിൻ്റെയും തുക ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താണ് 130 ഡിഗ്രിയാണ്. അപ്പം കോൺ ആറിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ കോൺ ആറിൻ്റെ അളവ് മാത്രം പിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്ത് ഈ 3 നമുക്കറിയാം ത്രികോണത്തിലെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ എന്താണ് 180 ഡിഗ്രിയാണെന്ന് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ 2 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. ഈ പിയും ക്യൂവും കൂടി കൂട്ടിയാൽ എത്രയാണ് 130 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 6 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുകൂടെ 180 ഈ 130 കുറച്ചാൽ മതി അല്ലേ. 180 130 കുറച്ചാൽ എത്ര 50 അല്ലേ. അപ്പോൾ 6ൻ്റെ അളവ് എത്രയാണ് 50 ഡിഗ്രി.
50 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ആറിൻ്റെ അളവ് എത്ര വെച്ചാൽ എത്രയാണ് 50 ഡിഗ്രി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? 1A കഴിഞ്ഞില്ലേ, ഇനി 1B. 1A 1B ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അല്ലേ, ഓർ 1B. The cost of 1 meter of cloth is 65.50 rupees. How much does it cost to buy 2.5 meters of the same cloth? അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു തുണി അല്ലേ, ഒരു മീറ്റർ തുണി വാങ്ങാൻ ഒരു മീറ്റർ തുണിയുടെ വില 65.50 രൂപയാണ് അല്ലേ. ഇത്തരം 2.5 മീറ്റർ തുണി വാങ്ങാൻ എത്ര രൂപ വേണം അല്ലേ? ഒരു മീറ്റർ തുണീൻ്റെ വിലയാണ് എന്ത്? 65.5 അല്ലേ, 50. അങ്ങനെ ആകുമ്പോൾ 2.5 മീറ്റർ തുണി വാങ്ങാൻ എന്താണ് 2.5 × 65.50 ചെയ്താൽ പോരെ? അപ്പോൾ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? അപ്പം 65.50 × 2.5 അല്ലേ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ 655 0.50 എന്ന് പറഞ്ഞാൽ 0.5 കൊടുത്താൽ എന്നിട്ട് 65.5 അല്ലേ. അപ്പോൾ നമ്മൾ പോയിന്റ് ഒഴിവാക്കുമ്പോൾ 655 × 25 ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിലേക്ക് എന്താക്കുക? പോയിന്റ് ചെയ്തിട്ട് എത്ര നമ്പർ ഉണ്ട് നോക്കുക. 1. പിന്നെ ഇവിടെ നമ്മൾ 0 ഒഴിവാക്കിയതാണല്ലോ, ഇവിടെ 1 അല്ലേ. അപ്പോൾ 2. അപ്പോൾ എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ഉത്തരത്തിൽ എന്താണ് ആ എണ്ണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എണ്ണീട്ട് ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ലാസ്റ്റ് കിട്ടുക? 163.75 കിട്ടുക കേട്ടോ. എത്രയാണ്? 163.75. ഓക്കെ, ഇതാണ് ആൻസർ കിട്ടുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കിയാൽ, ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഓഫ് ദ സെയിം പ്രൈസ് ക്യാൻ എ പേഴ്സൺ ബൈ വിത്ത് 262 റുപ്പീസ്? എന്താണ് ചോദ്യം? 262 രൂപ കയ്യിലുള്ള ഒരാൾക്ക് ഇതേ വിലയുള്ള എത്ര മീറ്റർ തുണി വാങ്ങാൻ കഴിയുമെന്ന് വെച്ച്. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെയിം എന്താണ് അല്ലേ, ഈ വില തന്നെയാണല്ലേ. എന്താണ് ഒരു മീറ്ററിന് 65.50 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 262 റുപ്യാണ് കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ 262 ഡിവൈഡഡ് ബൈ 65.50 അല്ലേ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് 262 ഡിവൈഡഡ് ബൈ 65.50 ചെയ്തിട്ട് എത്ര കിട്ടുക? 4. നമ്മൾ ഹരണമൊക്കെ പഠിച്ചാണല്ലേ പോയിന്റ് വെച്ചിട്ടുള്ളത്. പോയിന്റ് വെച്ചിട്ടുള്ള ഹരണം എങ്ങനെയാണ്? 262 ഡിവൈഡഡ് ബൈ 65.5 അല്ലേ. അപ്പോൾ 65.5 എന്താക്കുക? 655/10 എഴുതുക അല്ലേ. എന്നിട്ട് എന്താക്കുക? ഇവിടെ ഡിവൈഡ് ആണല്ലോ, ഹരണമാണല്ലോ. അപ്പോൾ നമ്മൾ എന്താക്കുക? റെസിപ്രോക്കൽ എടുക്കുക അല്ലേ, ഇൻറ്റു ആക്കിയിട്ട്. അപ്പോൾ 262 × 10/655 അല്ലേ. എന്നിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. Then next, which of the following is not equal to the product of 2.356 × 14.7? അപ്പോൾ ഇതിൽ എന്താണ് 2.356 × 14.7 ഉത്തരം ഈക്വൽ അല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ സമമല്ലാത്തത് അല്ലേ, തുല്യമല്ലാത്തത്, തുല്യമായ ഗുണനഫലം കിട്ടാത്തത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒക്കെ സെയിം നമ്പർ അല്ലേ, 2356 147 തന്നെ എല്ലാം ആണ്. ഇനി പോയിന്റിൻ്റെ നോക്കിയാൽ മതി. അപ്പോൾ പോയിന്റിൻ്റെ നോക്കി എങ്ങനെ വരിക എന്നുള്ളത്, ഇവിടെ പോയിന്റ് ആയിട്ട് എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈസ് നോട്ട് ഈക്വൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പോയിന്റ് കഴിഞ്ഞിട്ട് 4 നമ്പർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി നോക്കുക, എണ്ണ 1 2 3 4 ഇത് ഓക്കെയാണ്, ഇത് ശരിയാണ്. പിന്നെ 1 2 3 4 ഇതും ഓക്കെയാണ്, ആ ഉത്തരം വരുന്നത്. പിന്നെ 1 2 3 4 5 ഇത് തെറ്റാ അല്ലേ, 5 എണ്ണം വരുന്നുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഇത് തെറ്റാ. ഇനി 1 2 3 4 ഇത് ശരിയാ. അപ്പോൾ ഈ എന്താണ് ഈക്വൽ അല്ലാത്ത വരുന്നത് ഏതാണ്? ഈ സി ആണ് ആൻസർ കേട്ടോ. നമ്മളെ 2.356 × 1.47 ആണിത് ഈ പ്രോഡക്റ്റിന് ഈക്വൽ അല്ലാത്തത്. എങ്ങനെ മനസ്സിലായല്ലോ? നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താക്കുക? പോയിന്റ് ചെയ്യേണ്ട എത്ര നമ്പർ ഉണ്ട് നോക്കുക. എന്നിട്ട് എന്താക്കുക? ഇതിലും കൂടി കൂട്ടി നോക്കണേ. എന്നിട്ട് രണ്ടിലും കൂടി എണ്ണം നോക്കുക. ഇതിനപ്പം എന്താ പ്രോഡക്റ്റ് ഈക്വൽ അല്ലാത്ത ഏതാണോ അതെടുത്തിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. ചോദ്യം നോക്കാം, നോട്ട് ഈക്വൽ ആണേ, ചിലത് ഈക്വൽ എന്നൊക്കെ ചോദിക്കുക. ഈക്വൽ ആണെങ്കിൽ ഈക്വൽ എഴുതുക, നോട്ട് ഈക്വൽ ആണെങ്കിൽ നോട്ട് ഈക്വൽ തന്നെ എഴുതണം. ക്വസ്റ്റ്യൻ ഒരു അങ്ങനെയൊക്കെ തരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? The second question has 2 parts, 2A and 2B. അപ്പോൾ എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 2A യും 2B യും ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഡ്രോ എ സ്ക്വയർ ഓഫ് ആൻ ഏരിയ ഓഫ് 11 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ്? ഏരിയ ഒരു സ്ക്വയർ വരയ്ക്കുക. അതിൻ്റെ ഏരിയ എന്താണ്? 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഇതൊക്കെ നമ്മൾ വരയ്ക്കാൻ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? 11 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരയ്ക്കുക? 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ഇതൊക്കെ നമ്മൾ പഠിച്ച സംഭവങ്ങളാണ് കേട്ടോ.
അപ്പോൾ 11 നമുക്ക് എങ്ങനെ എഴുതാം? 11 നമുക്ക് 2 സ്ക്വയറിന്റെ മൈനസ് ആക്കി എഴുതണം അല്ലേ? അപ്പോൾ 36 മൈനസ് 25 എന്താ? 11 അല്ലേ? അപ്പോൾ 36 മൈനസ് 25 അല്ലേ? 36 മൈനസ് 25 11 ആണ് അല്ലേ? ഇനി ഇതിനെ 36 നമുക്ക് എന്താക്കുക? സ്ക്വയർ ആക്കി എഴുതാം. അപ്പോൾ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ അല്ലേ? 5 സ്ക്വയർ. ഓക്കെ, ഇനി എന്താക്കുക? നമുക്കറിയാം എന്ത് മൈനസ് ആണുള്ള ഹൈപ്പോട്ടനീസ് സ്ക്വയർ മൈനസ് പിന്നെ എന്താ ബേസ് സ്ക്വയറോ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഏതെങ്കിലും ഒന്ന് എടുക്കുക അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കുക? ഇവിടെ നമുക്ക് ഹൈപ്പോട്ടനീസ് എന്താണ്? കർണ എന്താണ്? 6 ആയിട്ട് എടുക്കുക അല്ലേ? അപ്പോൾ കർണ 6 ആക്കി എടുക്കണം. പിന്നെ എന്താണ്? ബേസ് നമുക്ക് എന്താക്കിയ 5 ആക്കി എടുക്കുക. എന്നിട്ടൊരു എന്താണ് മട്ടത്രികോണം നിങ്ങൾക്ക് വരയ്ക്കുക അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക? സ്ക്വയർ വരയ്ക്കുക. ആദ്യം എന്താണ് നമ്മൾ ബേസ് ആക്കിയിട്ട് എന്താക്കുക? 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ഏതൊക്കെയായിരുന്നു നമ്മൾ 5 അല്ലേ? 5 ആക്കിയിട്ട് വരയ്ക്കുക. 5 സെൻറ്റിമീറ്ററിൽ ഒരു ബേസ് വരയ്ക്കുക. പാദം 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക? 90 ഡിഗ്രിയിൽ നമുക്ക് എന്താക്കുക? നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മേൾക്ക് കൊണ്ടുപോകുക 90 ഡിഗ്രിയിൽ. ആദ്യം ഈ അളവ് നമ്മൾ നോക്കണ്ടപ്പോൾ അപ്പോൾ എന്താണ് 90 ഡിഗ്രിയിൽ എന്താക്കുക? നമുക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് എന്താണ് 36 അല്ലേ മറ്റേ കർണം ഹൈപ്പോട്ടനീസ്. അപ്പോൾ എന്താക്കുക? നമ്മൾ 6 സെൻറ്റിമീറ്റർ അളവിൽ എന്താക്കുക? ഇവിടുന്ന് 6 സെൻറ്റിമീറ്റർ അളവിൽ എവിടെയാണ് നിങ്ങൾ സ്കെയിൽ വരുന്ന 6 സെൻറ്റിമീറ്റർ അവിടേക്ക് ജോയിൻ ചെയ്യുക. ഇവിടേക്കാണ് ഇങ്ങോട്ട് താഴോട്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ആക്കുക. എങ്ങനെയാണ് 6 സെൻറ്റിമീറ്റർ വരുന്നത് അതിൽ നിങ്ങളിത് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് എന്താണ് ഹൈപ്പോട്ടനീസ് കാരണം 6 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി ഇതാണ് എന്ത് 11 സെൻറ്റിമീറ്റർ അളവ് വരുന്നത് അല്ലേ? അപ്പോൾ ഇത് 11 സെൻറ്റിമീറ്റർ അളവ് വരുമ്പോൾ നമുക്ക് എന്താക്കുക? ഇനി കോമ്പോസ്റ്റർ എന്താക്കുക? ഇവിടുന്ന് ഇവിടെ കുത്തിയിട്ട് എന്താക്കുക? അളവെടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക? ഇവിടുന്ന് നമുക്ക് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ടേക്കൊന്ന് വരയ്ക്കുക. ഓക്കെ, ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എന്താക്കുക? ഇങ്ങോട്ടേക്കൊന്ന് വരയ്ക്കുക. ആദ്യം വരച്ചതിന് ശേഷം എന്താക്കുക? ഈ അളവെടുത്തല്ലോ കോമ്പസ്. അപ്പോൾ ഇവിടുന്ന് കുത്തിയിട്ട് ഈ അളവിൽ തന്നെ ഇവിടേക്ക് അടയാളപ്പെടുത്തുക. അതുപോലെ ഇവിടുന്ന് കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു അടയാളപ്പെടുത്തുക. ഇനി അതുപോലെ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ എന്താക്കുക? അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഈ ജോയിൻറ്റിന് ഇതിലേക്കും ഇതിലേക്കുമാണ്. സോറി, ഇത് കുറച്ചൊന്നും ഇതായിപ്പോയി അല്ലേ? നമ്മൾ കോമ്പസ് റെഡിയാക്കാം കേട്ടോ. ടീച്ചർ കോമ്പസ് എല്ലാം എടുത്തത് അതുകൊണ്ടാണ്. അതായത് ഓക്കെ, അപ്പോൾ ഇവിടെയാണ് എന്താക്കുക? ആർക്ക് കട്ട് ചെയ്യുമ്പോൾ വരിക കേട്ടോ. എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് എന്താക്കുന്നത്? 11 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള 11 സ്ക്വയർ സെൻറ്റിമീറ്റർ അളവുള്ള ഏരിയ ഉള്ള എന്താണ് സ്ക്വയർ ഇതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഏരിയ എത്രയാണ്? 11 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഈ ഏരിയക്ക്. Then next question എന്താണ്? Which of the following can be measure of the sides of a right triangle? അപ്പോൾ ഇതിലെ ഏതൊക്കെയാണ്? ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകാൻ സാധ്യതയുള്ളത് ചുവടെയുള്ളവയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാ മക്കളെ? 5, 6, 7 വരുമോ? ഇല്ല അല്ലേ? 6, 8, 10 വരും അല്ലേ? പിന്നെ 4, 6, 10 വരൂല. പിന്നെ 2, 3, 5 അതും വരൂല അല്ലേ? അപ്പോൾ നമ്മളെ ബി ആണ് കേട്ടോ ആൻസർ. ബി ആണ് നമ്മളെ ആൻസർ അല്ലേ? ഈ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റിയ അളവ് ഏതാണ്? ഈ ബി ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അത് നോക്കി അതിൻ്റെ മോഡലൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. ഇനി 2B, ഒന്നുകിൽ 2A ചെയ്യാൻ 2B അല്ലേ? നോക്കിയേ, ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട് അല്ലേ? ഇത് ഈ ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ് തന്നിരിക്കുന്ന ഈ ചതുർഭുജത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെങ്ങനെ കണ്ടെത്തുക? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? ഈ ചതുരത്തിൽ നമുക്ക് എന്താക്കുക? നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു അളവിലേക്ക് മാറ്റുക അല്ലേ? ഇതിനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടുന്ന് എന്താക്കുക? നോക്കൂ, ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എന്താക്കുക? ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പോൾ അതെന്താണ്? നമുക്ക് മട്ടത്രികോണം അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ കിട്ടും അല്ലേ? ഇനി അതിൻ്റെ അളവ് ഇവിടെ 12 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ്? ഈ അളവും 12 ആയിരിക്കൂലേ? അപ്പം ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ അളവ് 12 സെൻറ്റിമീറ്റർ അല്ലേ? ഇനി നമുക്ക് എന്താ പറയുക? ഇവിടുന്ന് ഇങ്ങോട്ട് 8 ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടെ എന്തായിരിക്കും? 8 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 13 8 കുറച്ചാൽ എത്രയാണ്? 5 അല്ലേ? അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 5 സെൻറ്റിമീറ്റർ.
ദെൻ ഇനി നമുക്ക് എന്താണ് ഈ അളവ് കിട്ടണം അല്ലേ. അപ്പോൾ ഇതെന്താണ് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസ് കർണം കിട്ടണം അല്ലേ. മട്ടത്രികോണാണ്, അപ്പോൾ ഈ കർണം കിട്ടണം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പൈത്തഗോറസ് തിയറം വെക്കണം അല്ലേ. അപ്പോൾ പൈത്തഗോറസ് തിയറം എങ്ങനെയാണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്നത് 13 കിട്ടും കേട്ടോ. അപ്പോൾ 13 സെൻറ്റിമീറ്ററിന് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി ഈ കോർഡിലേറ്ററിൻ്റെ പെരിമീറ്റർ അല്ല കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അറിയാം എന്താ, ഈ അളവ് 13 ഈ അളവ് 13 ഈ അളവ് 8 ഇത് 12 അല്ലേ. അതെല്ലാം കൂടി കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ 13 + 13 + 8 + 12 എത്രയാണ്? അപ്പോൾ ചുറ്റളവ് എത്രയാണ്? 46 സെൻറ്റിമീറ്റർ ആണ് എന്ത് നമുക്ക് കിട്ടുക കേട്ടോ. 46 സെൻറ്റിമീറ്റർ. നിങ്ങൾ ഇത് സൈഡിൽ ചെയ്താൽ പോരാ, നിങ്ങൾ എന്താക്കണം, പേപ്പറിൽ നടുക്കായിട്ട് തന്നെ അതൊക്കെ അളവുകളൊക്കെ ഇതൊക്കെ കാണിക്കണം കേട്ടോ. എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ സൈഡിലോ അല്ലെങ്കിൽ ബാക്കിലോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എന്താക്കുക, പേപ്പറിൽ തന്നെ എഴുതുക. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ കോർഡിലേറ്റർ ഇസ് ഈക്വൽ ടു 46 സെൻറ്റിമീറ്റർ. ചതുർഭുജത്തിൻ്റെ ചുറ്റളവ് 46 സെൻറ്റിമീറ്റർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. A square with an area of 19 square centimeters should be one side of a right triangle. Which of the following can be taken as the measurements of the other two sides of the right triangle? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 19 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള പരപ്പളവുള്ള ഒരു സ്ക്വയർ സമചതുരം ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു വശമായി വരണം. ഇതിന് മട്ടത്രികോണത്തിൻ്റെ മറ്റ് 2 വശങ്ങളുടെ അളവുകളുമായി എടുക്കാവുന്ന ചുവടെ കൊടുത്തതിൽ ഏതാണെന്ന് വെച്ചത്. അപ്പോൾ 19 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു വശമായി വരണം. ഇതിന് മട്ടത്രികോണത്തിൻ്റെ മറ്റ് 2 വശങ്ങളുടെ അളവുകളായി എടുക്കാവുന്ന ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഡി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. എന്താണ്? ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിത്രമൊക്കെ വരച്ച് നോക്കാം കേട്ടോ. എന്താണ് ഇത്? നമുക്ക് ചതുരം വരയ്ക്കുക, എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സമചതുരം അല്ലെ, ഒരു സ്ക്വയർ വരയ്ക്കുക, എന്നിട്ട് മട്ടത്രികോണത്തിൻ്റെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു വശമാണല്ലോ ഇത്. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക നമുക്ക് കേട്ടോ. മട്ടത്രികോണം ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എന്താണ് അളവ് തന്നിട്ടുണ്ട്, ഒരു അതായത് 19 ചതുരശ്ര സെൻറ്റിമീറ്റർ ഏരിയ അല്ലേ. അപ്പോൾ പരപ്പളവ് ഏരിയ എന്താണ് 19 ആണ്. അപ്പോൾ ഒരു സൈഡ് എത്ര ആയിരിക്കും? √19 അല്ലേ. ഇവിടെ √19 ആയിരിക്കും. അപ്പോൾ ഇത് ഈ ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ ത്രികോണം മട്ടത്രികോണം എടുക്കുകയാണെങ്കിൽ ഈ അളവ് എത്ര? √19. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ വരിക എന്ന് ചോദിച്ചിരിക്കുന്നത്? ഈ ഹൈപ്പോട്ടന്യൂസും കർണവും അതുപോലെ ബേസും പാദവും ഇതിൽ ഏത് അളവാണ് വരിക എന്ന് ചോദിച്ചത്. അപ്പോൾ നോക്കി ഏതെടുത്താലും നിങ്ങൾക്ക് എന്താണ് ഈ 19 കിട്ടൂല ചെയ്താൽ. അപ്പോൾ നമുക്ക് ഈ 10 എടുത്തു നോക്കാം. ഡി ആണ് ആൻസർ പറഞ്ഞത്. 10 ഇവിടെ ഹൈപ്പോട്ടനസ് ഞാൻ 10 എടുത്തു, ബേസ് എന്താണ് 9 എടുത്തു. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് 10 സ്ക്വയർ ആ ഇക്വേഷൻ അറിയാലോ അല്ലേ. പൈത്തഗോറസ് തിയറം, ആ പൈത്തഗോറസ് തിയറം എടുത്ത് വെച്ച് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് എന്താണ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ കാണേണ്ടത് എന്താണ്? നമുക്ക് ഈ സൈഡാണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറാണ് കാണേണ്ടത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് എന്താണ് ബേസ് സ്ക്വയർ അല്ലേ. അപ്പോൾ 100 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ. അപ്പോൾ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 മൈനസ് 9 സ്ക്വയർ എത്ര? 81. അപ്പോൾ 100 മൈനസ് 81 എത്ര? 19 അല്ലേ. √19 ആണ്. അപ്പം ഇത് വരിക. അപ്പോൾ നമ്മൾ ശരി ഇതാണ് കേട്ടോ വരിക. അപ്പോൾ പൈത്തഗോറസ് തിയറം മലയാളത്തിൽ എങ്ങനെയാണ്? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ ഇവിടെ കാണേണ്ടത് എന്താണ്? ലംബമാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഓക്കെ, അത് വെച്ച് കണ്ടാൽ മതി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. എന്താണ്? The monthly income of a person is 36,000 rupees. From this, 5,400 rupees is set aside as savings. What percentage of the total income is set aside for savings എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഒരാളുടെ മാസ വരുമാനം 36,000 രൂപയാണ്. ഇതിൽ നിന്ന് 5,400 രൂപ സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്നു. അപ്പോൾ സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്നത് മൊത്തം വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശതമാനം കാണേണ്ടതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ശതമാനം കാണേണ്ടത് എങ്ങനെയാണ്? ടോട്ടൽ അടിയിൽ വരണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2 അളവും തന്നിട്ടുണ്ടെങ്കിൽ ശതമാനം കാണണമെങ്കിൽ ടോട്ടൽ അടിയിൽ വരിക. അപ്പോൾ 5,400 ഡിവൈഡഡ് ബൈ 36,000 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 15% എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ 5,400 ബൈ 36,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 15%. ഓക്കെ, അപ്പോൾ 15% എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അല്ലേ. എന്താണ്? 65% ഓഫ് റുപ്പീസ് 5,400 set aside each month for savings is deposited in the bank.
വാട്ട് ഇസ് ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്. അപ്പോൾ എന്താണ്, ഈ സമ്പാദ്യത്തിനായി ഓരോ മാസവും മാറ്റിവെക്കുന്ന 5400 രൂപയുടെ 65% ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്. ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ 5400 രൂപയുടെ 65% കാണണം അല്ലേ. അപ്പോൾ 5400 അല്ലേ, 5400 ഇൻറ്റു 65/100 ചെയ്യുക. 5400 ഇൻറ്റു 65/100 ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണോ അതാണെന്ത്, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? നിങ്ങൾ ചെയ്താൽ 3510 കിട്ടും കേട്ടോ. അപ്പോൾ 3510 3510 രൂപയാണ് എന്ത്, ബാങ്കിലേക്ക് മാറ്റുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ദ ഫ്രാക്ഷണൽ ഫോം ഈസ് ഗിവൺ പാർട്ട് 1 ആൻഡ് ദ പെർസെൻറ്റേജ് ഫോം ഇൻ പാർട്ട് 2. എന്താണ്, ഭാഗം 1 എന്താണ്, ഫ്രാക്ഷൻ രൂപവും അല്ലെ, ഭിന്നസംഖ്യാ രൂപവും, ഭാഗം 2 എന്താണ്, പെർസെൻറ്റേജ് രൂപവും ശതമാന രൂപവും തന്നിരിക്കുന്നു. ഓക്കെ, അതിലെന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, എന്താണ് നമുക്ക്, ഇഫ് ദ ഫോംസ് ഗിവൺ എബോവ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി കറക്റ്റ്. അപ്പോൾ ഈ ഫോമിൽ മുകളിൽ കൊടുത്തവ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതിയാൽ ചുവടെ തന്നതിൽ ശരിയായത് എഴുതുക. അപ്പോൾ അതൊക്കെ എന്താണ്, തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇതിൽ ഏതാണ്, ഇത് നമുക്ക് അറിയാമല്ലേ എങ്ങനെയാണ് ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കേണ്ടതെന്നുള്ളത് അല്ലേ. അപ്പോൾ 1/6 എന്താണ്, ഭിന്നരൂപമാണ് അല്ലേ, ഫ്രാക്ഷനാണ്. അപ്പോൾ അതിനെ പെർസെൻറ്റേജ് ആക്കുക എന്താണ്, ഇൻറ്റു 100 ചെയ്യുക അല്ലേ. അപ്പോൾ 1/6 ഇൻറ്റു 100, അപ്പോൾ 1 ഇൻറ്റു 100 100/6 അല്ലേ. അപ്പോൾ 100/6 ചെയ്യുക. അപ്പോൾ ഇൻറ്റു 100 ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്, ഭിന്നരൂപം അതായത് ഫ്രാക്ഷൻ രൂപം പെർസെൻറ്റേജിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോന്ന് ഇൻറ്റു 100 ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഒന്ന് ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ 1/6 ഇൻറ്റു 100 പറഞ്ഞാൽ എന്താ, 1 ഇൻറ്റു 100 100 അല്ലേ, 100/6. ഇപ്പോൾ 100 ഹരിക്കണം 6, 100/6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇത് അങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതും, മുകളിലത്തത് ആദ്യം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എഴുതും അല്ലേ. 16 മുകളിൽ കിട്ടിയത്. ഓക്കെ, ഇനി എന്താണ്, നടുക്കൊരു വര വരച്ചിട്ട് എന്താണ്, താഴെയുള്ളത് എന്താണോ അത് എഴുതുക അല്ലേ, 4. പിന്നെ ഈ സൈഡിലുള്ള എന്താണോ അത് എഴുതുക. ഓക്കെ, ദെൻ അപ്പോൾ 4/6 കിട്ടും അല്ലേ. ഇനി നമുക്ക് എന്താ, 4നെയും 6നെയും ചെറുതാക്കി കൂടെ ചെറുതാക്കാം അല്ലേ. അപ്പോൾ 16. പിന്നെന്താണ്, 4നെ ചെറുതാക്കിയാൽ എന്താ കിട്ടുക, 2 അല്ലേ. 6നെ ചെറുതാക്കിയാലോ 3. ഓക്കെ, ഇതിനൊരു പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കുക. കണ്ടോ, 16 2/3 ആണ് കേട്ടോ. അപ്പോൾ 1/6ൻ്റെത് 16 2/3. അതിൽ ഏതാ വരുന്നത് നോക്കൂ, ഇതാ ഇത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ, ഇതിൻ്റെ ഇതാണ് വരിക കേട്ടോ. അതുപോലെ നിങ്ങൾ എന്താക്കുക, 2/3 1/3 ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം എന്താണ്, ഈ സി ആണ് ആൻസർ വരിക കേട്ടോ. 1 R-ഉം 2 P-യും 3 S-ഉം ആണ് വരിക കേട്ടോ. അപ്പോൾ സി ആണ് ഉത്തരം വരിക. നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ ഒരു എന്താണ്, ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എബോവ്. സിമ്പിൾ അല്ലേ, ഇവിടെ നമുക്ക് ഹൈറ്റും തന്നിട്ടുണ്ട് ബേസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇക്വേഷൻ അറിയാലോ. അപ്പോൾ മുകളിൽ കൊടുത്ത ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹൈറ്റും തന്നിട്ടുണ്ട്, എന്താ ബേസും തന്നിട്ടുണ്ട്, അതായത് ഉയരവും തന്നിട്ടുണ്ട് പാദവും തന്നിട്ടുണ്ട്. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, ഹാഫ് BH, ഹാഫ് ഇൻറ്റു എന്താണ് പാദം ഇൻറ്റു ഉയരം അല്ലേ. അപ്പോൾ പാദം എന്താണ് 8 ആണ്, ഉയരം എന്താണ് 3 അല്ലേ. അപ്പോൾ ബേസ് 8 ആണ്, ഹൈറ്റ് 3 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 അല്ലേ, 8ൻ്റെ പകുതി എത്ര, 1 8 ഇൻറ്റു 3 എന്താ 24/2 ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് എന്താ കിട്ടുക, 12 എന്ന് കിട്ടും അല്ലേ. 12 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും കേട്ടോ നമ്മൾ ആൻസർ. സെൻറ്റിമീറ്റർ സ്ക്വയർ അളവ് എഴുതണേ. തന്നിരിക്കുന്ന സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എഴുതുക, ഇനി മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയറിന് എഴുതുക. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടിയല്ലോ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇക്വേഷൻ എഴുതണേ, ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 എഴുതണേ, 8 ഇൻറ്റു 3 ഇക്വേഷനൊക്കെ എഴുതുക, ഹാഫ് ഇൻറ്റു BS എന്നുള്ള ഇക്വേഷനൊക്കെ എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ നെക്സ്റ്റ്, ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ. ഇനി ഇതിൻ്റെ എന്താണ്, റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. ഇതേ ഏരിയ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതേ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണം വരയ്ക്കുക. വരച്ചൂടെ, സിമ്പിൾ അല്ലേ. എങ്ങനെയാ, നമുക്ക് അളവ് അറിയാം അല്ലേ, ബേസ് എന്താണെന്ന് അറിയാം, എന്താണ് 8 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം അല്ലേ. നമുക്ക് എന്താക്കുക, 8 സെൻറ്റിമീറ്ററിൽ എന്താക്കുക ഒരു ലൈൻ വരയ്ക്കുക ബേസ് ആയിട്ട്. ഇനി എന്താണ് 3 സെൻറ്റിമീറ്ററിൽ എന്താക്കുക, ഇവിടെ 90 ഡിഗ്രി എടുത്തത് 3 സെൻറ്റിമീറ്റർ മട്ട ത്രികോണല്ലേ, റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ എന്താക്കുക, ഇവിടേക്ക് ഒരു അളവ് എടുക്കുക, കോമ്പസ്റ്റ് അളന്നിട്ട് കേട്ടോ. ഇവിടെ 90 ഡിഗ്രി എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ അളവിൽ എന്താക്കുക, ഇവിടെ 3 സെൻറ്റിമീറ്റർ അളവിൽ ഇതാക്കുക, ഇവിടെ 8 സെൻറ്റിമീറ്ററിൽ ഇതിലും ഇതാക്കുക. ഇനിയോ നമുക്ക് ഇതങ്ങോട്ട് ജോയിൻ ചെയ്താൽ പോരെ, ഇതങ്ങ് ജോയിൻ ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങൾ അളവെടുത്തിട്ട് കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താക്കുക, ഇതാണ് ഇത് മട്ട ത്രികോണം അല്ലേ, സെയിം ഏരിയ ഉള്ള റൈറ്റ് ആംഗിൾ. ഇതിൻ്റെ ഏരിയ എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് തന്നെ അല്ലേ, ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 അല്ലേ.
അപ്പോൾ എത്രയാ നമുക്ക് കിട്ടുക? 4 12 അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെമ്പർ ഓഫ് ട്രയാങ്കിൾസ് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ വിത്ത് 8 cm and 6 cm ഓഫ് ലെങ്ത് ഓഫ് ഓൺ 2 sides ആൻഡ് ഏരിയ ഓഫ് 24 square centimeters. രണ്ട് വശങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും പരപ്പളവ് 24 ചതുരശ്ര സെന്റിമീറ്ററായി വരയ്ക്കാവുന്ന വ്യത്യസ്ത ത്രികോണങ്ങളുടെ എണ്ണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? ഏതാണ് നമ്മളെ ആൻസർ? എ അല്ലേ, 1 വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, ദെൻ ഇപ്പം എന്താണ് 1 വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. വ്യത്യസ്ത ത്രികോണങ്ങളുടെ എണ്ണം ചുവടെ കൊടുത്തിരിക്കുക ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1 ആണ് അല്ലേ. രണ്ട് വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ പരപ്പളവ് 24 ചതുരശ്ര സെന്റിമീറ്ററായി വരയ്ക്കാതെ വ്യത്യസ്ത ത്രികോണങ്ങളുടെ എണ്ണം ചുവടെ കൊടുത്തിരിക്കുന്നത് ഏത്? അപ്പോൾ 1. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. 7, 12, 17, 22, etc. See the sequence of numbers. What is the remainder when any of these numbers is divided by 5? എന്താണ്? 7, 12, 17, 22 ഈ സംഖ്യാകൂട്ടം നോക്കുക. ഈ സംഖ്യകളിൽ ഏതിനെയും 5 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഡിവൈഡ് ചെയ്ത് നോക്കുക. 7 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടുക? റിമൈൻഡർ 2 കിട്ടും. അതുപോലെ 12 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കുക, എന്താ കിട്ടുക? 2. 17 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കൂ, 2 അല്ലേ. 22 ഡിവൈഡഡ് ബൈ 2 5 ചെയ്ത് നോക്കൂ, നമുക്കപ്പോഴും റിമൈൻഡർ 2 ആണല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? 2 ആണ് ആൻസർ കേട്ടോ. 2. Then will 100 be there in this sequence? Why? ഇതിൽ 100 ഈ സീക്വൻസിൽ ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 100 ഈ സീക്വൻസ് ഇങ്ങനെ പോയാൽ 100 ഈ സീക്വൻസിൽ ഉണ്ടാവുമോ? ഉണ്ടാവണം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 100നോട് എന്താക്കുക, ഈ 5 ഡിവൈഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് റിമൈൻഡർ എന്ത് വരണം? 2. മിച്ചം 2 വരണം. കിട്ടുമോ? 100 ഡിവൈഡ് ബൈ 5 20 കിട്ടുക അല്ലേ. അതിൽ ബാലൻസ് ഒന്നും ഇല്ല, റിമൈൻഡർ ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 100 ഈ സീക്വൻസിൽ ഇല്ല. നമുക്ക് ഈ സീക്വൻസിൽ എന്താണ് 5നോട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരണം. അപ്പോൾ 100 എന്താണ് കിട്ടൂല അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ഇല്ലയെന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ ആ 100 ഡിവൈഡ് ബൈ 5 എന്നൊക്കെ എഴുതി കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്തുകൊണ്ടാണെന്നുള്ളത് ഇവിടെ വൈ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്തുകൊണ്ടെന്നുള്ളത് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ പേപ്പറിൽ സൈഡിലല്ല ദടുക്കായിട്ട് തന്നെ എഴുതുക കേട്ടോ. പേപ്പറിൽ തന്നെ എഴുതുക. ഇനി റൈറ്റ് ദ കോമൺ ആൾജിബ്രിക് ഫോം ഓഫ് ദീസ് നമ്പേഴ്സ്. ഇനി ഇതിൻ്റെ ആൾജിബ്രിക് ഫോം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താ സിമ്പിൾ അല്ലേ. ഇത് 5ൻ്റെ ഇതാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പിന്നെ റിമൈൻഡർ എന്ത് കിട്ടുന്നുണ്ട്? 2 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ 5n + 2 എന്ന് എഴുതിയാൽ മതി അല്ലേ. 5n + 2. ഓക്കെ, 5n + 2. ഇത് 5നോട് ഡിവൈഡ് ചെയ്താൽ എന്താ റിമൈൻഡർ 2 എന്നല്ലേ. അപ്പോൾ 5ൻ്റെ ആണ് എല്ലാം വരുന്നത് അല്ലേ. അപ്പോൾ 5n + 2 എന്ന് എഴുതുക. ഓക്കെ, 5n + 2 n = 1, 2, 3 etc. എന്ന് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സി റൈറ്റ് ദ അത് എഴുതിയില്ലേ. ഇനി ഡി എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കോമൺ ആൾജിബ്രിക് ഫോം ഓഫ് ദ നമ്പർ സീക്വൻസ് 4, 7, 10 etc. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ 4, 7, 10 etc. എന്ന സംഖ്യാകൂട്ടത്തിന് പൊതുവായ ബീജഗണിത രൂപം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ചോദിച്ചത്. ഏതാണ്? നിങ്ങളെന്താണ് ഈ n-ന് 0, 1, 2, 3 കൊടുത്തു നോക്കുക. അപ്പോൾ ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇതിലേതാ കിട്ടുന്നത് നോക്കുക. കിട്ടുന്നത് ഏതാണോ അതാണ് എന്താക്കുക. നമുക്ക് ഈ n-ന് എന്താക്കുക, n-ന് 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 × 0 3. 3 × 0 0. 0 + 1 1 അല്ലേ. അപ്പോൾ 1 ആണ് ആദ്യം വരുന്നത്. പിന്നെന്താണ് അടുത്തത്? അപ്പോൾ ആ 1 അല്ലേ നമുക്ക് വരുന്നത്. ഫസ്റ്റ് എന്താണ്? 4 ആണ് ഇതിൽ വരേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇത് തെറ്റാണ് അല്ലേ. ഇനി നമുക്ക് എന്താക്കുക? 4n + 1 അല്ലേ. അതിൽ n-ന് 0 കൊടുത്തു നോക്കുക. അപ്പോൾ n-ന് 0 കൊടുത്താൽ 4 × 0 0. 0 + 1 1. 1 ആണ് ആദ്യം വരുന്നത് ഇതിൽ. പക്ഷെ ഇതിൽ 4 ആണ് വരുന്നത്. അപ്പോൾ ഇതും തെറ്റാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? 3n + 1 അല്ലേ. അപ്പോൾ n = 1, 2, 3. അപ്പോൾ n-ന് 1 കൊടുത്തു നോക്കുക. അപ്പോൾ 3 × 1 3. 3 + 1 എത്രയാണ്? 4 അല്ലേ. അപ്പോൾ ഇതിവിടെ 4 വരുന്നുണ്ട്. ഒന്നിനെ നമ്മൾ ഇതാക്കരുത്, 2, 3 ഒക്കെ ചെയ്ത് നോക്കുക. ഇപ്പോൾ ആദ്യത്തെ 4 വന്നേ. ഇനി n-ന് എന്താക്കുക? 2 കൊടുത്തു നോക്കുക. അപ്പോൾ 3 × 2 എത്രയാണ്? 6. 6 + 1 എത്രയാണ്? 7. അതും ഓക്കെ, കുഴപ്പമില്ല അല്ലേ. ഇനി n-ന് 3 കൊടുത്തു നോക്കുക. 3 × 3 9. 9 + 1 എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇതിലേതാണ് ശരി? ഇത് അല്ലേ. ഇനി അടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. സി ശരിയാണ്. അടുത്ത ഡി ഒന്ന് ചെയ്ത് നോക്കുക. 4n + 1 അല്ലേ. n-ന് 1 കൊടുത്താൽ എത്ര? 4 × 1 4. 4 + 1 5 ആണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതും പറ്റില്ല. അപ്പോൾ നമ്മളെ ആൻസർ ഏതാണ്? സി ആണ് നമ്മളെ ആൻസർ കേട്ടോ. സി ആണ് നമ്മളെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. The number of children who like various games in class 7 of a school is given as percentage in the pie chart.
എന്താണ് പൈസാട്ടൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ. ഒരു സ്കൂളിലെ 7ാം ക്ലാസ്സിലെ കുട്ടികളിൽ വിവിധ കളികൾ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം എന്താണ് ഈ ശതമാന രൂപത്തിൽ എന്താണ് ഈ പൈസാട്ട് വൃത്തരൂപത്തിൽ കൊടുത്തിരിക്കുന്നു അല്ലേ, പെർസെൻറ്റേജ് ഇതിൽ കൊടുത്തിരിക്കുന്നു അല്ലേ. കബഡി ഇത്രയാണ്, ക്രിക്കറ്റ് ഇത്ര, ബാഡ്മിൻ്റൺ, ഹോക്കി, വോളിബോൾ, ഫുട്ബോൾ അല്ലേ. അപ്പം ഇനി എന്താണ് ഓരോന്നായി തന്നിട്ടുണ്ട്. ഇനി വിച്ച് ഗെയിം ഈസ് സ്ട്രൈക്ഡ് ബൈ മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ, ഇതിലേത് ഗെയിമാണ് കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഇതിൽ ഏതാന്ന് നോക്കിയാൽ ഇതിന് ചിത്രം കണ്ടാൽ തന്നെ അറിയാറേ ഏതാണ്, ഫുട്ബോളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പൊ ഫുട്ബോൾ എഴുതുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നോക്കുക, 1% ഓഫ് ദ ചിൽഡ്രൻ ലൈക്ക് ക്രിക്കറ്റ്, എത്ര പെർസെൻറ്റേജ് കുട്ടികൾക്കാണ് എന്ത് ക്രിക്കറ്റ് ഇഷ്ടം നോക്കൂ. ക്രിക്കറ്റ് ഇതാ ഇത് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇത് കറക്റ്റായിട്ട് എന്താണ് ഈ ഇതിനെ കറക്റ്റായിട്ട് നമുക്ക് എന്താ ഇതിനെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരച്ചത് 4 വരുന്നത് 1, 2, 3, 4. അപ്പോൾ 1/4. ഓക്കെ, അപ്പോൾ 1/4 നെയ്ത് കേട്ടോ. ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ട എത്രയാണ് 1/4. ഓക്കെ, അപ്പോൾ എത്രയാണിത് 1/4% ആണ് കേട്ടോ. 1/4 ഇത് കറക്റ്റായിട്ട് എന്താണ് 4ആയിട്ട് ഭാഗിക്കാൻ പറ്റൂല നമുക്ക് ഈ സർക്കിള്. അപ്പോൾ എന്താണ് 1/4% ആണ് എന്ത് വരുന്നത് നമുക്ക് ഈ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ, വിച്ച് ഗെയിം ഈസ് സ്ട്രൈക്ഡ് ബൈ 1/6 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ, എന്താണ് ആകെ കുട്ടികളുടെ ഏകദേശം 1/6 ഭാഗം ഇഷ്ടപ്പെടുന്ന കളി ഏതാന്ന് നോക്കി. അപ്പോൾ നമുക്ക് ഈ എന്താണ് സർക്കിളിനെ നമ്മൾ 6 ഭാഗമാക്കി മാറ്റണം. നോക്ക് 6 ഭാഗമാക്കി എങ്ങനെ മാറ്റുക, അപ്പോൾ നോക്കൂ 6 ഭാഗമാക്കുക നമുക്ക് അല്ലേ. 1, 2, 3, 4, 5, 6 അല്ലേ. 6 ഭാഗമായല്ലോ. 6 ഒരേ ലെവലിൽ തന്നെ ആക്കണേ. അപ്പോൾ എന്താണ് ഇതിൽ ഏതാ കറക്റ്റ് അളവ് വരുന്നത് നോക്കിയാൽ, ഇതിൽ വരുന്നത് ബാഡ്മിൻ്റൺ ആണ് കേട്ടോ. അപ്പോൾ ബാഡ്മിൻ്റൺ ആണ് എന്ത് ഈ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രന് ഇഷ്ടപ്പെടുന്നത്. 1/6 ഏകദേശം ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ ഏതാണ് ബാഡ്മിൻ്റൺ ആണ് ഇഷ്ടപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഷോ ഹാഫ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ എന്താണ് ആകെ കുട്ടികളുടെ എണ്ണത്തിന്റെ പകുതി ഭാഗത്തെ സൂചിപ്പിക്കാത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്, ആകെ കുട്ടികളുടെ എണ്ണത്തിന്റെ പകുതി ഭാഗത്തെ സൂചിപ്പിക്കാത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക ഓരോന്നും വരച്ചു നോക്കുക പകുതി വരുന്നുണ്ടോ എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ സി ആണ് കേട്ടോ. ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, കബഡിയാണ് എന്താക്കുന്നത് പകുതി ഭാഗത്തെ സൂചിപ്പിക്കാത്തത് കേട്ടോ. ഫുട്ബോള് സി, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, കബഡി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, ഫ്രെയിം അനദർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ പൈസാട്ട്. അപ്പോൾ എന്താണ് ഈ പൈസാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് ഉണ്ടാക്കുക കേട്ടോ. ഈ വൃത്തചിത്രത്തെ അടിസ്ഥാനമാക്കി മറ്റൊരു ചോദ്യം തയ്യാറാക്കുക. അപ്പോൾ എന്താ നമുക്ക് ചോദിക്കുക, ക്രിക്കറ്റ് എന്താണ് പകുതിയിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പകുതിയിലല്ല 1/, അല്ലെങ്കിൽ വേണ്ട ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏത് ചോദിച്ച്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കുക ഏറ്റവും കുറവ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏതെന്ന് ചോദിക്കുക അല്ലേ. അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ചോദിക്കുക, എന്താണ് വിച്ച് ഗെയിം ഈസ് ലൈക്ക്ഡ് ബൈ അൺലൈക്ക്ഡ് കുറവല്ലേ. അപ്പോൾ വിച്ച് ഗെയിം ഈസ് സ്ട്രൈക്ക്ഡ് ബൈ ലീസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ എന്ന് കൊടുക്കുക അല്ലേ. പിന്നെന്താണ് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുക അല്ലേ. ഇവിടെ പിന്നെന്താ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ ലൈക്ക് ക്രിക്കറ്റ് അല്ലേ. അപ്പോൾ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ ലൈക്ക് ഫുട്ബോൾ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ, വോളിബോൾ അല്ലേ. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുക അല്ലേ. എന്താണ് ക്രിക്കറ്റ് എന്താണ് വോളിബോൾ ഇഷ്ടപ്പെടുന്ന ആകെ കുട്ടികളുടെ എത്ര ഭാഗമാണ്, ബാഡ്മിൻ്റൺ ഇഷ്ടപ്പെടുന്നത് ആകെ കുട്ടികളുടെ എത്ര ഭാഗമാണ്, അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുക കേട്ടോ. ഓക്കെ ദെൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ എന്താക്കുക ഈ മോഡലൊക്കെ നന്നായി നോക്കി പോവുക. അപ്പോൾ നന്നായി പഠിക്കുക, എന്താണ് ഓരോന്നും ചെയ്ത് നോക്കി തന്നെ പഠിക്കുക കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കത് പിന്നെ നമുക്ക് എന്താക്കുക സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക നിങ്ങളെ ചോദ്യങ്ങൾ ഒക്കെ വായിച്ച് ഇങ്ങനെ മനസ്സിലാക്കുകയല്ല വേണ്ട, നിങ്ങൾ എഴുതി പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻ തന്നാൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താക്കുക നിങ്ങൾ ആൻസർ ചെയ്തിട്ട് നോക്കുക ഈ ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പം തന്നെ എന്താക്കുക പേപ്പറും പെന്നും എടുക്കുക. എന്നിട്ട് എന്താക്കുക ഓരോ ക്വസ്റ്റ്യൻസും എന്താക്കുക നിങ്ങൾ സ്വയം ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ആൻസറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കുക. ഓക്കെ അങ്ങനെ ചെയ്യുക. ഓക്കെ താങ്ക് യു.